നാളെ മോഹൻലാൽ തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തെത്തി പിണറായി വിജയനെ കാണാനും പോവുകയാണ്. അതോടെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് മോഹൻലാലിന് പറയാനുള്ള എല്ലാവിധ കാര്യങ്ങളും എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എത്തുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ മാധ്യമങ്ങളോട് സംസാരിക്കാനോ ഒന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും മോഹൻലാൽ വന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാൽ നേരിട്ട് ഏറ്റുവാങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വേദിയിലുണ്ടാകും. ലാലിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഈ വേദിയിൽ പറയുന്ന ഓരോ വാക്കും അതിനിർണായകമാകും. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തുന്ന പ്രസംഗത്തിലും മലയാളികൾ കാതോർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ശ്രീകുമാരൻ തമ്പി പുരസ്കാരദാന ചടങ്ങിന് അതിനിർണായകമാകും ഇതെല്ലാം. മലയാള സിനിമയിലെ തിരുത്തലിന്റെ പ്രതീകമാണ് ശ്രീകുമാരൻ തമ്പി. തെറ്റുകളോട് സന്ധിയില്ല സമരം നടത്തിയ സിനിമാക്കാരൻ. അതുകൊണ്ട് തന്നെ സിനിമയിലെ മോശം പ്രവണതകളെ കുറിച്ച് ഗുരുതുല്യനായ ശ്രീകുമാരൻ തമ്പി നടത്തുന്ന പ്രതികരണവും നിർണായകമാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ ഉറപ്പായും എത്തുമെന്ന് മോഹൻലാൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ എത്തുമോ എന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ മോഹൻലാൽ എത്തുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. മോഹൻലാൽ എത്തി എല്ലാവരോടും സംസാരിക്കുമെന്നും ഈ പ്രസംഗത്തിന് ശേഷം തന്നെ കൂടുതൽ കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ KPLന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. സെപ്റ്റംബർ 2 ഇത് തുടങ്ങും. അതിന്റെ പ്രമോഷൻ ചടങ്ങിലും മറ്റു ചില പരിപാടികളിലും മോഹൻലാലിന് പങ്കെടുക്കേണ്ടതായുണ്ട്. ഗാനരചയിതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ, ടെലിവിഷൻ സീരിയൽ നിർമ്മാതാവ്, വിശേഷണങ്ങൾക്കും അപ്പുറമാണ് മലയാളികൾക്ക് ശ്രീകുമാരൻ തമ്പി. മലയാള സിനിമയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കലാകാരൻ, മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഗാനവസന്തം. അങ്ങനെ സമ്മാനിച്ച കവി സിനിമയുടെ എല്ലാ മേഖലയിലും തിളങ്ങി. സിനിമയുടെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് ചാലിച്ച ഒരു പ്രതിഭ തന്നെയാണിതെന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരനായ മോഹൻലാൽ നാളെ എത്തി ഇതിനുള്ള മറുപടി നേരിട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഇതിനെ കാതോർത്തിരിക്കുന്നതെന്നും പറയാം. പ്രേക്ഷകരുടെ ഉടനീളം തന്നെ നിരവധി പേർ സംസാരിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് അറിയേണ്ട കാര്യവും മോഹൻലാൽ എന്ത് നാളെ പറയുമെന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തന്നെ ഒരു കാര്യവും പ്രതികരിക്കാതെ പ്രസ് മീറ്റ് നടത്താതെ മോഹൻലാൽ ഇറങ്ങിപ്പോയിരുന്നു. രാജിവെച്ച് പോയ മോഹൻലാൽ ഭീരുവാണെന്ന തരത്തിൽ തന്നെ ആരാധകർ വിമർശിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ മറുപടിയായിട്ടായിരിക്കും മോഹൻലാൽ എത്താൻ പോകുന്നതെന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത്. അതുതന്നെയാണ് അവർ പങ്കുവയ്ക്കുന്ന വിശേഷത്തിലും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ മോഹൻലാലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായി രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.